നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പരമാവധി മെസ്സേജിലൂടെ മാത്രം ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് നമുക്ക് എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, ഈ ഒരു വായന നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും കാണാനായി ശ്രമിക്കുക. കേട്ടാലും മതി. ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് നിങ്ങൾ കേട്ടാലും മതി. നിങ്ങൾ പരമാവധി ഇത് കേൾക്കാൻ ശ്രമിക്കുക. ഈ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുവെന്ന് വിശ്വസിക്കുന്നു. 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു വായന കാണാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തി വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടിൽ പലതരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടാകാം. വീട് പാർപ്പ്, പെരതാമസം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവാഹ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ അകന്ന ബന്ധുക്കളുടെയോ മറ്റെന്തെങ്കിലും ആഘോഷങ്ങളായിരിക്കാം. പേരിടൽ ചടങ്ങോ അത്തരത്തിലുള്ള ഒരു ശുഭമുഹൂർത്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വേളയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ചുറ്റിനുമാണെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ള, മനസ്സിന് സമാധാനവും ഉന്മേഷവുമുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പിണക്കത്തെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന കാര്യത്തിൽ വളരെയധികം ദുഃഖിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ആ ഒരു ദുഃഖിച്ചുകൊണ്ടിരുന്നിരുന്ന ആ ഒരു അവസ്ഥ വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് വേറെ മറ്റു വ്യക്തികളിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ഈ കാർഡ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ സന്ദേശം തന്നെ ഈ വ്യക്തി വളരെയധികം നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷണീയമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ വ്യക്തിയോട് എന്നേക്കുമായിട്ട് യാത്ര പറഞ്ഞ് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടാകാം, അകന്നു പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇതിന് പുതിയൊരു തുടക്കമില്ല, ഇതിന് പുതിയ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി പുതിയ ഒരു ചാപ്റ്റർ, അതായത് ഒരു പാഠം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കാം നിങ്ങളും ഈ വ്യക്തിയോട് ഗുഡ് ബൈ പറഞ്ഞ് അകന്നു പോയിട്ടുണ്ടാവുന്നത്. പക്ഷെ ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ, സപ്പോർട്ടുകൾ ഈ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യവും ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരിക്കലും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ വ്യക്തികളിൽ നിന്നും തന്നെ ആയിരിക്കാം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയുടെ ബന്ധുമിത്രാദികളിൽ നിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂട്ടുകാരിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമിതാക്കളായിരിക്കാം, പ്രണയബന്ധമായിരിക്കാം,
തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷം ഇല്ലാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. നിങ്ങൾ ഈ വ്യക്തിയോട് പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു. എന്റെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒന്നും തുറന്നു പറയാനോ ഉറപ്പിച്ചു പറയാനോ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങളെയും നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിച്ചതും. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ ഒരു നിലപാടില്ലായ്മ, അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് തറപ്പിച്ച് പറയാനുള്ള ഒരു ധൈര്യമില്ലായ്മ, അതൊക്കെ നിങ്ങളെ വളരെയധികം ദേഷ്യപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം അസ്വസ്ഥരാക്കിയിരുന്നു എന്നുള്ളതിനെയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള തേർഡ് പാർട്ടി അവസ്ഥകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ കുറെയൊക്കെ ഈ വ്യക്തി തന്നെ ഉണ്ടാക്കി വെച്ച സാഹചര്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ലഭിക്കാത്ത പലതരത്തിലുള്ള പരിഗണനയോ സ്നേഹമോ ഈ വ്യക്തിക്ക് മറ്റുള്ള വ്യക്തിയിൽ നിന്നും ലഭിച്ചപ്പോൾ ആ വ്യക്തിയുടെ പുറകെ പോയ സാഹചര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഇന്ന് ഈ വ്യക്തിയുമായി സെപ്പറേഷൻ പീരീഡിലായതിൽ പരിപൂർണമായിട്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഈ വ്യക്തിക്കും പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ കണ്ണടച്ച് ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഈ വ്യക്തിയുടെ ധൈര്യമില്ലായ്മയും വിശ്വാസമില്ലായ്മയും നിങ്ങളോടുള്ള കൂറില്ലായ്മയും ആണ് ഈ വ്യക്തിയെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. പക്ഷെ ആ മോശപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ വിഷമിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് കടക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിൽ പലതരത്തിലുള്ള വിജയവും ഈ വ്യക്തിക്കിപ്പോൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ, ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് ഈ വ്യക്തിക്ക് ചുറ്റിനും ഈ വ്യക്തിയെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല വ്യക്തികളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഒരുപക്ഷെ നിങ്ങളെയും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെയും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുന്നുണ്ടാകാം. നിങ്ങളാണ് യഥാർത്ഥ സ്നേഹിതർ എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി തന്നെ ഈ വ്യക്തിയുടെ ചുറ്റിനും പലതരത്തിലുള്ള മതിൽക്കെട്ടുകൾ നിർമ്മിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള അസ്വസ്ഥതകളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാലും പലതരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വേദനകളും ഒറ്റപ്പെടലുകളും അസ്വസ്ഥതയും വിഷമവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തികച്ചും ഈ വ്യക്തിയുടെ തെറ്റുകുറ്റം തന്നെയാണ്. കാരണം ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾക്ക് കടിഞ്ഞാണിട്ട് വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാനേ സാധിക്കൂ, എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം, അന്ധവിശ്വാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് സ്വന്തം കാലിൽ തന്നെ സ്വന്തമായി ചങ്ങല ഇടുന്നതിന് തുല്യമാണ്. ആ ഒരു അവസ്ഥയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ തികച്ചും നമുക്ക് പറയാൻ സാധിക്കും, ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് നോട്ടം വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക് പരിപൂർണതയിലേക്ക് ചിന്തിക്കാനോ സ്നേഹ സാഫല്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ചോ ചിന്തിക്കാനോ ഈ വ്യക്തിക്ക് ഭയമായിരുന്നു. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ വീട്ടുകാരെ പേടിച്ചിട്ടാകണം, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ടാകണം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം സ്ട്രെങ്ത് പവറിലേക്ക്, അതായത് യഥാർത്ഥ ശക്തിയിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനോബലവും നല്ല രീതിയിൽ വർദ്ധിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വിജയത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്ന കാർഡ്സാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നീതിദേവതയെ സൂചിപ്പിക്കുന്ന കാർഡ് പോലും നമുക്ക് പ്രധാനമായിട്ടും
നടുക്കഷ്ണമായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം ചോദിച്ച് മനസ്സിലാക്കാനും തുറന്ന് സംസാരിക്കാനുമൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നീതി ദേവതയുടെ കാർഡ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ നേരിട്ട് വന്ന് കാണാനോ മെസ്സേജിലൂടെ ബന്ധപ്പെടാനോ ശ്രമിക്കാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വ്യക്തി വളരെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം സന്തോഷകരമായിട്ടുള്ള മനസ്സിലൂടെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജി ഈ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഈ വ്യക്തിയുടെ വാക്കുകളിലൂടെയും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ പരിപൂർണമായിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.